ചോദിച്ചു വാങ്ങിച്ചൊന്നും അല്ലല്ലോ, എനിക്ക് തന്നതല്ലേ, എനിക്ക് വേണ്ടാന്ന് എന്നോട് ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാല് ചോദിച്ചില്ല. ഹായ്, അപ്പോൾ അതെ നമുക്ക് ഒരു ഗിഫ്റ്റ് വന്നിരിക്കുകയാണ്. അതായത് 2 ദിവസമായി വന്നിട്ട്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കണം എന്നുള്ളത് വെച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ജോലി തിരക്കും കാരണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കാൻ പറ്റില്ല. ഇത് അനീഷ് പുനലൂർ എന്ന് പറയുന്ന ആളാണ് ഇത് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ജീവിതം തേടി അലയുന്ന വീൽ ചെയറിലെ തോന്നിയാസി അനീഷ് പുനലൂർ. ആഹാ, ഇതെന്താ അനാമേ? ഇത് അനീഷ് പുനലൂർ എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു പുസ്തകമാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ അടുത്തിടയ്ക്കാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഇദ്ദേഹം സനാമയെ പോലെ തന്നെ വീൽ ചെയറിൽ ജീവിതം കഴിച്ചുകൂട്ടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അനീഷേട്ടാ, ഒരുപാട് സന്തോഷം, വളരെ വളരെ സന്തോഷമായി, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു ശീലം സനാമയ്ക്ക് പൊതുവേ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അനീഷേട്ടൻ്റെ ഈ ഒരു ജീവിതകഥ എന്തായാലും ഇത് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തന്നെ വായിക്കും. എന്തായാലും ഞാൻ ജോലിക്ക് പോകാനായിപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇത് 2 ദിവസമായി കിട്ടിയതുകൊണ്ട് ഇത് എന്തായാലും ഇത് പൊട്ടിച്ച് നോക്കി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അനീഷേട്ടന് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വേണം ഇന്ന് പോകാനുള്ളത് തീർച്ചപ്പെടുത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വായിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ അനീഷേട്ടനെ നേരിട്ട് തന്നെ വിളിച്ചിട്ട് അനീഷേട്ടനോട് പറയാം. അപ്പോൾ അനീഷേട്ടനെ പറയാനാണെങ്കിൽ അനീഷേട്ടനെ ഞാൻ ഈ ഇടയ്ക്ക് പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനീഷേട്ടനെ ഇതേപോലെ ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ കുറേ സ്റ്റോറികൾ പല ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്ത് അനീഷേട്ടൻ്റെ ജീവിതത്തിലും ഇതേപോലെ ഉണ്ടായ സംഭവങ്ങൾ ഒരു സ്റ്റോറി ചാനലിൽ ചെയ്തു. പക്ഷേ ഈ ചാനലുകളിലെല്ലാം മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ അതിനടിയിൽ വന്നു. ഇതൊക്കെ വളരെയധികം ഞങ്ങളെയും അതേപോലെ തന്നെ അനീഷേട്ടനെയും നല്ല രീതിയിൽ ഹാർട്ടിന് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കമൻസുകൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഉത്തരം എന്തായാലും ആർക്കും പറയാൻ സാധിക്കില്ല. ഇങ്ങനെ കമൻ്റ് ഇടുന്നവർ അങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. അനീഷേട്ടൻ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള കമൻസുകളിലൊന്നും അനീഷേട്ടൻ യാതൊരു തരത്തിലുള്ള വിഷമവും വിചാരിക്കേണ്ട. കാരണം ഇങ്ങനെയുള്ള കമൻസുകൾ ഇടുന്നവർക്ക് അത് മാത്രമേ അറിയുള്ളൂ. പിന്നെ അവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഇടുന്നത് തന്നെയാണ് അവർക്കുള്ള ശിക്ഷ. നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക, അപ്പോൾ അവിടെ തീർന്നു അത് സംഭവങ്ങൾ. ഞങ്ങൾക്ക് വരുന്ന കമൻസുകളൊക്കെ ഒരുപാട് ഞങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾക്ക് സനാമയ്ക്ക് പ്രത്യേകിച്ച് ഒരുപാട് വിഷമം അതിനകത്തുണ്ടായിട്ടുണ്ട്. ആ ഒരു വിഷമത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സനാമയോട് പറഞ്ഞത് നമുക്കിങ്ങനെ ഒരു യൂട്യൂബ് ഒരു ചാനൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആ ചാനലിലോട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ അറിയട്ടെ നമ്മൾ വിവാഹശേഷം. കാരണം കൂടുതൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എത്ര നാൾ കാണും, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം എന്താകും, ചാനലുകാരൊക്കെ ഇപ്പോഴത്തെ ഈ ആഘോഷങ്ങളൊക്കെ കാണുള്ളൂ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ നേരിട്ട് തന്നെ എല്ലാവരിലേക്കും എത്തിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർ കണ്ടിട്ട് അങ്ങനെയെങ്കിലും സമാധാനിച്ചോട്ടെ. ഞങ്ങൾ എങ്ങും പോകുന്നില്ല, ഞങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് തന്നെ സന്തോഷത്തോടെ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും കഴിയുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കമൻസ് നമ്മളുടെ വീഡിയോയിലും അതേപോലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളിലും ഇതേപോലെയുള്ള ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിനെ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരിടുന്നത്. കാരണം ഇവള് ചിരിക്കാതെ വീഡിയോയുടെ മുന്നിൽ വരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു. ഇത് ചിരിക്കാത്ത ഞങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് അത് ചിരിച്ചുകൊണ്ടൊരു അഭിനയം കാണിക്കുക എന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചില സമയത്തൊക്കെ ഇവൾ ചിരിക്കാതെ വരുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വിശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിശേഷത്തിന് പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് 8 വർഷത്തോളം ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരുന്ന് ഞങ്ങൾക്കിപ്പോൾ ഒരു സൗഭാഗ്യം ലഭിച്ചതാണ്. ആ ഒരു സന്തോഷം ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോയിട്ടാണ് ഇങ്ങനെ ഒരു സൗഭാഗ്യം ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്കത് അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നറിയാം. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചിരിയെങ്കിലും ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ആക്ടിങ് അതുപോലുള്ള ഫീൽഡുകളിലൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് ചിലപ്പോൾ ഒരു ചിരിയൊക്കെ പറ്റിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലപ്പോൾ സാധിച്ചേക്കും. പക്ഷേ എങ്കിലും ഉള്ളിൽ ഒരുപാട് നീറുന്ന സങ്കടങ്ങളുണ്ട്. അത് നമുക്ക് മറ്റുള്ളവരോട് അത് പങ്കുവെക്കണം എന്നുള്ള ഒരു തോന്നൽ ഇതുവരെ വന്നിട്ടില്ല. കാരണം അത് വേണ്ട, അത് മറ്റുള്ളവരും അറിയണ്ട. എപ്പോഴും നമ്മൾ ഹാപ്പിയാണെന്ന് തന്നെ എല്ലാവരും അറിഞ്ഞാൽ മതി. ഹാപ്പിയാണ്, ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് നമ്മളുടെ വീഡിയോയിൽ വരുന്ന കമൻറ്റുകൾ പൊതുവേ ഞാൻ ചെയ്യാറുള്ളത് എന്താണ്, ഞാൻ അങ്ങനെയുള്ള കമൻറ്റുകൾ വരുമ്പോഴത്തേക്ക് ഞാൻ നേരെ ആ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും. അപ്പോൾ
നല്ല സന്തോഷത്തോടെ ഒരു ആശംസകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയിക്കാൻ വേണ്ടി വരുന്നവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് അതിനോടൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നും. അപ്പോൾ അവരായിരിക്കും ചിലപ്പോൾ ആ ഒരു രീതിയിൽ അവർക്കുള്ള മറുപടി കൊടുക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു വിയോജിപ്പും ഇല്ല. കമന്റുകൾ ഇടുന്നതിൽ എന്താണ് നെഗറ്റീവ് കമന്റ്? നമുക്ക് നമ്മളുടെ പോസ്റ്റിൽ ഇന്നത് മാത്രമേ വരാവൂ എന്നുള്ളത് നമ്മൾ ചാട്ടി പിടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിനെ നെഗറ്റീവായിട്ട് തോന്നുന്നത്. നമ്മുടെ പോസ്റ്റുകളിൽ എന്ത് തരം കമന്റ് ആൾക്കാർക്ക് അങ്ങനെ എന്ത് വേണേലും ചെയ്യാം. കാരണം ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സിന്റെ ചാനലുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ചാനലുകളൊക്കെ കൂടുതലും ഒരുപാട് ബാഡ് കമന്റ്സുകളൊക്കെ ഒരുപാട് ബാഡ് കമന്റ്സുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അവർ സന്തോഷത്തോടെ തന്നെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് നേരിടുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു ഫീലിങ്സ് അനീഷേട്ടനോട് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട, അനീഷേട്ടൻ ഈ വക കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുമുള്ള ടെൻഷനും അടിക്കേണ്ട. ഇതൊക്കെ ഒരു ഫോണിൽ നടക്കും. ഇതൊക്കെ ഒരു സെൽഫോൺ മാനിയ ബാധിച്ച ആൾക്കാരെ പോലെ അവർക്ക് അത് മാത്രമേ അറിയുള്ളൂ. അവർക്ക് അത് ഇടുക, അവർക്ക് അത് പോവുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത് കാണുന്നവർക്ക് ഒരു മനസ്സുണ്ടെന്നും അവരുടെ മനസ്സ് വിഷമിക്കുമെന്നും ഉള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് തോന്നാറില്ല. അവരത് ഇടുന്നു, അവർ പോകുന്നു. നമ്മൾ പണിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ എപ്പോഴും പണിയെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ ബാഡ് കമന്റ്സുകളൊന്നും നമ്മുടെ ജീവിതത്തിന് ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഈ അടുത്തിടയ്ക്ക് തന്നെ ഈ ഒരു കുട്ടിക്ക്, ഒരു സിനിമാ നടി കുട്ടിയുടെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് ബാഡ് കമന്റ്സുകൾ, അത് ബാഡ് കമന്റ്സ് ആണ്. നെഗറ്റീവ് എന്ന് പറയാൻ ഒക്കത്തില്ല, അതിന് ബാഡ് കമന്റ്സ് എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളവർക്ക് എന്താണ് അതുകൊണ്ട് ചിന്തിക്കുന്നത്? കുട്ടി സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമയിൽ കൂടി ജനങ്ങൾ ആ കുട്ടീനെ തിരിച്ചറിയുന്നു. ആ കുട്ടീനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ ആ കുട്ടി നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിലാണ് അത് വളർന്നു വരുന്നത്. ഞാനതിനെ ന്യായീകരിച്ച് സംസാരിക്കുകയല്ല. ചിലപ്പോൾ അത് പറഞ്ഞത് എത്രയോ വലിയ തെറ്റുകളാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് ആ ഒരു ഇതിലായിരിക്കാം അത് പറഞ്ഞത്. പക്ഷെ ഞാനതിനെ ന്യായീകരിക്കുകയല്ല. ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം മാത്രം ഞങ്ങൾ പറയാം. അങ്ങനെയുള്ള ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടികളെ നമ്മൾ വിളിച്ചിരുത്തിയിട്ട് അവരുടെ കയ്യിൽ ആ മൊബൈൽ ഫോൺ ഒന്ന് കൊടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ മൊബൈൽ ഫോണുകൾ ജനിച്ച നാൾ മുതലേ നമ്മളുടെ കൂടെ തന്നെ വളർന്നു വന്ന ഒരു സാധനമാണ് മൊബൈൽ ഫോൺ. ഇപ്പോഴും എനിക്കറിയാത്ത പല കാര്യങ്ങളും ഈ ചെറിയ കുട്ടികൾക്ക് വരെ, അതായത് എൻ്റെ വീട്ടിലുള്ള കുട്ടികൾക്ക് വരെ അതിൻ്റെ A to Z കാര്യങ്ങൾ അവർ മനസ്സിലാക്കി അതിനകത്തുനിന്ന് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതൊക്കെ അവർ ആ ഒരു ടെക്നോളജി അവരുടെ മൈൻഡിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അത്രയും വരത്തില്ല. നമ്മളൊക്കെ പഴയ ജനറേഷനിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ നമുക്കത് പുതിയ ജനറേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ ഒരിത്തിരി കാലതാമസമൊക്കെ എടുക്കും. അപ്പോൾ അത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ പറയുമ്പോഴത്തേക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നില്ല, പ്രോത്സാഹിപ്പിക്കേണ്ട, അത് അങ്ങനെയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാനുള്ള ഒരു ബോധം മാത്രം ഉണ്ടായാൽ മതി. ഞങ്ങൾക്ക് തോന്നിയ കാര്യം, ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബാഡ് കമന്റ്സിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പൊ സനാമ ഇങ്ങനെ ആയി പോയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു 8 വർഷത്തെ ഒരു അനുഭവം ഞാൻ പറയാണ്. എന്തായാലും അവൾ ഇങ്ങനെ ആയി പോയതെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവളിങ്ങനെ ആയി, അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ എപ്പോഴും സങ്കടപ്പെട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുക എന്നുള്ളൊരു രീതി ഇന്നേ വരെ ചെയ്യുന്ന ഞാൻ. ഇതിന് മുൻപുള്ള കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇതുവരെ അത് കണ്ടിട്ടില്ല. അങ്ങനെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ, അയ്യോ എനിക്ക് ആരെയും ഫേസ് ചെയ്യാനുള്ള പേടിയുണ്ട്, ഞാൻ ഇങ്ങനെയാണല്ലോ എന്നുള്ളത് നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ അതേവരെ അത് ചോദിച്ചിട്ടുമില്ല. എനിക്ക് ഇപ്പോഴാണ് അവളോട് ആ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്നോട് ഇങ്ങോട്ട് ബിഹേവ് ചെയ്യുന്നതാണ് എനിക്ക് പലപ്പോഴും പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. ചിലവരെന്താ ഒരുമാതിരി സഹതാപവും അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ അവരോട് എന്താ പറയാ സംസാരിക്കാൻ തോന്നില്ല ആളുകളോടൊന്നും. അവരാണ് ഇങ്ങോട്ട് ഒരു വക നോട്ടോ, ഞാൻ അങ്ങോട്ട് അനങ്ങുമ്പോ നോക്കിയിരിക്കുന്നു, ഇങ്ങോട്ട് അനങ്ങുന്നു, ഫുഡ് കഴിക്കുമ്പോ നോക്കിയിരിക്കുന്നു, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പൊ ചിലപ്പോ എന്റെ മുഖത്ത് അത് വരും, ദേഷ്യം ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് കാണിക്കും. ഞാൻ എത്ര ഇങ്ങനെ ഒളിച്ചു വെക്കാൻ നോക്കിയാലും എന്റെ മുഖത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്ക് ചിരിക്കാൻ പറ്റില്ല. ദേഷ്യം അതുപോലെ എന്നെ മുഖത്താണ്. അപ്പൊ ചിലപ്പോ ദേഷ്യമല്ല വിഷമവും ഒക്കെ ഇതായിട്ട് ഇത് ഞാൻ ദേഷ്യത്തോട് ചോദിച്ചു വാങ്ങിച്ചൊന്നും അല്ലല്ലോ, എനിക്ക് തന്നതല്ലേ, എനിക്ക് വേണ്ടാന്ന് എന്നോട് ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാല് എന്നോട് ചോദിച്ചില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവരങ്ങനെ പെരുമാറുമ്പോ ഒരു മൈൻഡിൽ ഉണ്ടാവുന്ന ഓരോ ഇതൊക്കെ മുഖത്ത് വരും. അത്രയുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും വിഷമമുണ്ടോ? അങ്ങനെ വിഷമമൊന്നുമില്ല. ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാക്കാൻ എപ്പോഴും. പിന്നെ ഓരോരുത്തരുടെ ഒരു ബിഹേവിയർ ഒക്കെ കാണുമ്പോഴുള്ള ഒരു തോന്നൽ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞങ്ങള് ഹാപ്പിയാണ്.
ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഞങ്ങളുടെ സന്തോഷം ഒരു 2 മാസത്തെ കൂടി ഒരു കാത്തിരിപ്പ് കൂടെ ഉണ്ട്. 2.5 മാസം കൂടെ അല്ലേ, 2.5 മാസം കൂടി ഉള്ള ഒരു കാത്തിരിപ്പുണ്ട്. ഇപ്പം ഞങ്ങളുടെ സന്തോഷം വീണ്ടും ഇരട്ടിയാകാൻ പോവുകയാണ്. ഞങ്ങളുടെ കല്യാണം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം 8 വർഷം ഞങ്ങൾ ഒന്നിച്ചെങ്കിലും ഞങ്ങൾക്ക് എന്താണ് പറയുന്നത്, അത് ആ ഒരു സന്തോഷം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സന്തോഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ ഇത്രയധികം ആൾക്കാർ ഞങ്ങളെ സ്നേഹിക്കാനുണ്ടെന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. ആ ഒരു സന്തോഷം ഞങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. പിന്നെ ഈ വരുന്ന ഈ കമൻസുകളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്ത വീഡിയോയ്ക്ക് താഴെയും ഒരുപാട് കമൻസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും നെവർ മൈൻഡ് അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനീഷേട്ടനോട് പ്രത്യേകിച്ചും അനീഷേട്ടൻ ഞങ്ങളുടെ ഒരു വീഡിയോ ഒരു ചാനലിൽ ചെയ്ത വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമൻസും അതുപോലെ അനീഷേട്ടൻ്റെ ചെയ്ത വീഡിയോയിൽ വന്ന ഒരു കമൻസും കൂടെ കൂട്ടി പിന്നെ ഇതിൽ അനീഷേട്ടൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ട് അനീഷേട്ടൻ്റെ വിഷമം അതിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ്, നമുക്ക് അത് അങ്ങനെ അങ്ങ് വിട്ടേക്കുക. അതിനകത്ത് വേറെ യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ട കാര്യങ്ങളില്ല. സമൂഹം ഇങ്ങനെയാണ്. സമൂഹം നാളെ ഇന്ന് ഈ കമൻസ് ഇടുന്നവരും ഇന്ന് ഈ കമൻസിനെ പറ്റി പറയുന്ന ഞാനും ഈ അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് അവരോടെല്ലാം നമുക്ക് എല്ലാവരോടും നല്ലതും ചീത്തയും പറയുന്നവരോടും എല്ലാവരോടും നമുക്ക് ഒരേ മനസ്സോടുകൂടി തന്നെ നമുക്ക് അവരെ കാണാം. ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് നമുക്ക് നമ്മളുടെ സ്നേഹം അറിയിക്കാം. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മാസം കൂടിയുള്ള ഒരു കാത്തിരിപ്പ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ട് ഉള്ള പ്രാർത്ഥന ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും അറിയാം. എങ്കിലും ഒരിക്കൽ കൂടി അത് ഒന്ന് പറഞ്ഞു പോവുകയാണ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന. ഇത്രയും നാളും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സന്തോഷം ഇതുവരെ എത്തിച്ച് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചത്. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ മറ്റാർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സോറി ചോദിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു പോയ ഒരു സാഹചര്യം വന്നുപോയി. അനീഷേട്ടൻ്റെ കാര്യം കൂടെ ചേർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചത്. വിഷമമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. കാരണം ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങളെ അത് ഒരുപാട് വിഷമിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞു പോയത്. ഇനിയും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീണ്ടും പങ്കുവെക്കുന്നതായിരിക്കും. അതിനൊക്കെയും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകണം, നിങ്ങളുടെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും ഉണ്ടാകണം. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ ഇതുവരെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.